ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ സച്ചിയും ശ്രുതിയും ശ്രീകാന്തും കൂടി ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ശ്രീകാന്തിനെ വർഷ വിളിക്കുന്നു. വർഷ വിളിച്ചിട്ട് ശ്രീകാന്ത് നീ എന്താ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് വരുന്നില്ല ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പേടിച്ചിട്ട് ഞാൻ എന്താ വരിക എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഓടിപ്പോണം. അതുപോലെ തന്നെ ശ്രുതി വിളിക്കുന്നു. ശ്രുതി വിളിച്ചിട്ട് പറയണു, നീ എന്താ എത്ര നേരം അവിടെ നിന്ന് സംസാരിക്കാനുള്ളത്, ഇങ്ങോട്ട് വരുന്നില്ല ചോദിക്കണം. ഞാൻ വരുന്നേ ശ്രുതി പറഞ്ഞിട്ട് ശ്രുതി ഓടിപ്പോണു പേടിച്ചിട്ട്. അപ്പോൾ സച്ചി മാത്രം വിചാരിക്കണം, സച്ചിനെ എന്താ രേവതി വിളിക്കാത്ത, എന്നെന്താ രേവതി വിളിക്കാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി. എന്നിട്ട് സച്ചി രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു, രേവതി ശ്രുതിയും ശ്രീകാന്തും വർഷയും ശ്രുതിയും വിളിച്ചപ്പോൾ ഓടിപ്പോയി, നീ മാത്രം തന്നെ വിളിക്കാത്ത ചോദിക്കണം. അതിനിപ്പോൾ ഞാൻ വിളിക്കേണ്ട ആവശ്യം എന്താ, നമ്മൾ രണ്ടാളൊരു വീട്ടിലല്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ പറയാണ്, അല്ല നീ എന്നെ വിളിക്കുകയെ എന്നാലാണ് എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന് പറയണം. അപ്പോൾ എന്നാൽ ശരി നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുക പറഞ്ഞിട്ട് രേവതി ഫോൺ വിളിച്ചിട്ട്, സച്ചിയേട്ടൻ നിങ്ങൾ എവിടെയൊക്കെ, ഞാൻ ഇവിടെ എൻ്റെ ടെറസിന് മുകളിൽ, നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെങ്കിൽ വരുന്നില്ല എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഞാൻ വരും പിന്നെ ഫോൺ വെച്ച് ഇനി സമാധാനമായി നീ കിടന്ന് ഉറങ്ങാമെന്ന് പറയാണ് സച്ചി. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രേവതി പൂമാല കെട്ടുകൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പോൾ രേവതി പൂമാല കെട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഷ വന്നിട്ട് മുല്ലപ്പൂമാല എടുത്തിട്ട് പോണു, റൂമിലേക്ക് പോണു. അപ്പോൾ രേവതി ഇങ്ങനെ വെറുതെ സച്ചി പറഞ്ഞാൽ കലോച്ചിട്ടിരുന്ന് ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ രേവതി പൂമാല കൊടുക്കാൻ വേണ്ടി പോണ സമയത്ത് ചന്ദ്രമതി പറയണം, ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് നീ പോകണം, ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പോകുന്നത്, ചോറും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അമ്മ സമയത്തിനെടുത്ത് കഴിച്ചാൽ മതി എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് രേവതി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മഹിമ വരികയാണ്. മഹിമ വരുമ്പോൾ ചന്ദ്രമതി മഹിമേനെ കാണുമ്പോൾ മഹിമേനെ സ്വീകരിച്ചിരുത്തിയിട്ട് ശ്രുതിയോട് പറയണം, ശ്രുതി ആൻറ്റിക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുമെന്ന് പറയണം. അങ്ങനെ ശ്രുതി ചായ ഉണ്ടാക്കാൻ പോകുന്നു. ആ സമയത്ത് മഹിമയും ചന്ദ്രമതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അവിടെ അങ്ങനെയൊക്കെ നടന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ശ്രീകാന്തും കൂടി വരുമെന്ന് വിചാരിച്ചാൽ എന്തായാലും അവർക്ക് വരാൻ തോന്നില്ല, അതന്നെ വലിയ കാര്യം എന്ന് പറയണം. അപ്പോൾ മഹിമ പറയണം, ഞാൻ പറഞ്ഞിട്ടാണ് വർഷം ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറയണം മഹിമ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ചന്ദ്രമതിയോട് പറയാണ്, പൂക്കാരിയമ്മ കുറച്ച് പൂ വേണം പറയാം. പൂക്കാരിയമ്മ ആരും, ഞാൻ നിങ്ങളുടെ പേരല്ലേ പൂക്കടക്കി എടുക്കണം, അപ്പോൾ നിങ്ങൾ പൂക്കാരിയമ്മയല്ലേ, എനിക്ക് 200 രൂപയ്ക്ക് മുല്ലമാല വേണം പറയണം, 3 മുഴ മുല്ലമാല വേണം പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, എനിക്കൊന്നും അറിയില്ലേ പറയണേ, നിങ്ങളവിടെ ഇരിക്കേണ്ട, ഒരു രേവതി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞ് നിങ്ങളത് എടുത്ത് കാട്ട് പറയണം. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കിടന്നിട്ട് ആകെ നാണക്കേട് പോലെ ആവുകയാണ്. അപ്പോൾ മഹിമ പറയണം, എടുത്തു കൊടുക്കുക ചന്ദ്രമതി, പൂമാല എടുത്തു കൊടുക്കുക പറയണം. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാല എടുത്തു കൊടുത്തിട്ട് അത് മുഴുവനായിട്ട് കൊടുക്കുമ്പോൾ ഇത്രയൊന്നുമില്ല, എനിക്ക് 200 രൂപയ്ക്ക് 3 മുഴ മാല മതി പറയണം. അപ്പോൾ ചന്ദ്രമതി മാല കണക്കാക്കാണ്ട് എങ്ങനെ നിൽക്കുമ്പോൾ മഹിമ പറയണം, അളന്ന് കൊടുക്കുക ചന്ദ്രമതി പറയണം. അപ്പോൾ ചന്ദ്രമതി മാല അളന്ന് കൊടുക്കുമ്പോൾ മഹിമ പറയണം, അപ്പോൾ ചന്ദ്രമതിക്ക് മാല അളക്കാനൊക്കെ അറിയാലോ, മുഴം കണക്കാക്കാനൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ്. എന്നിട്ട് ആ പൂമാലയും കൊണ്ട് അവർ പോയി കഴിഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വർഷയുടെ അമ്മ പറയണു, ചന്ദ്രമതി ശരി ഞാൻ ഇറങ്ങുകയാണ് പറയണം. പോവാണോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ,